ദൈവത്തിനു മഹത്വം. കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി പഠിക്കുവാനും ബൈബിൾ ക്വിസുകൾക്ക് തയ്യാറെടുക്കുവാനും സഹായിക്കുന്ന തരത്തിൽ ദൈവവചനം പഠിക്കുവാനായി വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവഭക്തിയിലും ദൈവവചന അടിസ്ഥാനത്തിലും തലമുറകൾ വളർന്നു ശോഭിപ്പാൻ ഈ ഒരു ബൈബിൾ വചന പഠനത്തിലൂടെ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. സത്യവേദ പുസ്തകം അഥവാ വിശുദ്ധ വേദ പുസ്തകം ഏത് വർഷമാണിത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്? എത്ര വാക്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? എത്ര പുസ്തകങ്ങളാണുള്ളത്? ഏത് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പദം രൂപം കൊണ്ടത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന മലയാളം ബൈബിളാണ് സത്യവേദ പുസ്തകം അഥവാ ഹോളി ബൈബിൾ. 1871 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ച കമ്മിറ്റിയുടെ കാർമ്മികത്വത്തിൽ പരിഭാഷ ചെയ്യപ്പെട്ട് 1910 പ്രസിദ്ധീകരിച്ച മലയാള ബൈബിൾ പരിഭാഷയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സത്യവേദ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈബിൾ. 1889 പ്രസിദ്ധീകരിച്ച പുതിയ നിയമത്തിൻ്റെ ശൈലിയിലാണ് ഇന്നത്തെ ബൈബിളുകൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. മലയാള ഭാഷയുടെ അന്നുവരെയുള്ള വളർച്ചയും വികാസവും ആശയവ്യാപ്തിയും ഉൾക്കൊള്ളാൻ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ഹീബ്രു ഭാഷയിലുള്ള പഴയ നിയമം മാത്രമാണ് യഹൂദന്മാർ ബൈബിളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവും ചേർന്നതാണ് ക്രിസ്ത്യാനികൾ അഥവാ ദൈവമക്കൾ ഉപയോഗിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത്. ചെറിയ പുസ്തകം എന്നർത്ഥം വരുന്ന ബിബ്ലിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പദപ്രയോഗം ഉടലെടുക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രേഖയായും ദൈവവചനവുമായൊക്കെയാണ് വിശ്വാസികൾ ബൈബിളിനെ കരുതുന്നത്. എന്നാൽ മറ്റു ചിലർ ബൈബിളിനെ സാഹിത്യ സൃഷ്ടിയായിട്ടും അതുപോലെ ചരിത്രരേഖയായിട്ടുമൊക്കെ അതിനെ സമീപിക്കുന്നവരുമുണ്ട്. സത്യവേദ പുസ്തകം അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിനെ 2 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നാമത്തേത് പഴയ നിയമം, രണ്ടാമത്തേത് പുതിയ നിയമം. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആകെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 66 പുസ്തകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ബൈബിളിൽ ആകെ 66 പുസ്തകങ്ങളാണുള്ളത്. ബൈബിളിലെ ആകെ അധ്യായങ്ങൾ എന്ന് പറയുന്നത് 1189 അധ്യായങ്ങളാണ് ഉള്ളത്. ആകെ വാക്യങ്ങൾ 31,173. ആകെ വാക്കുകൾ 7,83,137. ആകെ അക്ഷരങ്ങൾ 3,56,64,080. വാഗ്ദത്തങ്ങൾ, ബൈബിളിലെ ആകെ വാഗ്ദത്തങ്ങൾ 3,127 വാഗ്ദത്തങ്ങളാണ് ബൈബിളിൽ അടിസ്ഥാനമാക്കി വന്നിരിക്കുന്നത്. ബൈബിളിലെ പ്രവചനങ്ങൾ 6,468 പ്രവചനങ്ങളാണ് ബൈബിൾ അടിസ്ഥാനമാക്കി ഉള്ളത്. അതിൽ നിവർത്തിയായ പ്രവചനങ്ങൾ 3,268 പ്രവചനങ്ങളാണ്. ഇനി നിവർത്തിയാകേണ്ട പ്രവചനങ്ങൾ 3,140. ബൈബിളിലെ ഏറ്റവും വലിയ വാക്യം എസ്തേർ 8:9. ഏറ്റവും ചെറിയ വാക്യം പുറപ്പാട് 20:15. ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് സങ്കീർത്തനം 119. ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് സങ്കീർത്തനം 117. ഏറ്റവും ചെറിയ പുസ്തകം എന്ന് പറയുന്നത് 2 യോഹന്നാനാണ്. ബൈബിളിലെ ഏറ്റവും നീണ്ട പുസ്തകം എന്ന് പറയുന്നത് സങ്കീർത്തനമാണ്. വേദപുസ്തകത്തിലെ മധ്യ അധ്യായം എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത് സങ്കീർത്തനം 117. സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ട 2 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. ഒന്ന് രൂത്ത്, മറ്റൊന്ന് എസ്തേർ. ബൈബിളിൽ ഒരുപോലെയുള്ള 2 അധ്യായങ്ങളുണ്ട്. ഒന്ന് 2 രാജാക്കന്മാർ 19, മറ്റൊന്ന് യെശയ്യാവ് 37. ഒന്നുപോലെയുള്ള 2 സങ്കീർത്തനങ്ങൾ ബൈബിളിലുണ്ട്. ഒന്ന് സങ്കീർത്തനം 14, 2 സങ്കീർത്തനം 53.
എല്ലാ വാക്യങ്ങളും ഒന്നുപോലെ അവസാനിക്കുന്ന സങ്കീർത്തനമാണ് 136 സങ്കീർത്തനം. മധ്യപുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നത് മീഖയും നഹുമാണ്. മധ്യത്തിലെ വാക്യം എന്നറിയപ്പെടുന്നത് സങ്കീർത്തനം 118 8. ദൈവം എന്ന വാക്ക് 3358 പ്രാവശ്യം ബൈബിളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവ് എന്ന വാക്ക് 7736 പ്രാവശ്യം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിളിലാകെ എഴുത്തുകാർ 40 പേരാണ്. ഉൽപ്പത്തി പുസ്തകം രചിക്കപ്പെട്ടത് മുതൽ വെളിപ്പാട് പുസ്തകം രചിച്ചത് വരെയുള്ള കാലദൈർഘ്യം 1600 വർഷമാണ്. ദൈവം എന്ന പദം ഉപയോഗിച്ചിട്ടില്ലാത്ത 2 പുസ്തകങ്ങൾ ബൈബിളിലുണ്ട്. ഒന്ന് എസ്തേർ, രണ്ടാമത്തേത് ഉത്തമഗീതം. ആദ്യത്തെ ഇംഗ്ലീഷ് ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് AD 1380 ബൈബിൾ എന്ന നാമം നൽകിയത് ജോൺ വിക്ലിഫാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കുക. ക്വിസ് മത്സരങ്ങൾക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ്. നമ്മൾ പറഞ്ഞു പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണുള്ളത്. പുസ്തകങ്ങൾ യഥാക്രമം നമുക്ക് നോക്കാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യാവ്, എസ്തർ, ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, യെശയ്യാവ്, ഇരമ്യാവ്, വിലാപങ്ങൾ, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹും, ഹബക്കുക്ക്, സെഫന്യാവ്, ഹഗായി, സഖരിയാവ്, മലാഖി. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. യഥാക്രമം പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ നോക്കാം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തികൾ, റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, എഫ്യസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, 1 തെസലോനിക്കർ, 2 തെസലോനിക്കർ, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലോമോൻ, ഗലാത്യർ, എബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ, വെളിപ്പാട്. ഇന്നത്തെ ബൈബിൾ പഠനത്തിൽ ആമുഖമായാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തെക്കുറിച്ച് പഠിക്കാം. ദൈവം നമ്മെ ഏവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.